ഇന്നൊരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് 3 കപ്പ് ബസ്മതി അരി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നല്ലോണം കഴുകിയിട്ട് ഒന്ന് 30 മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കണം. പിന്നെ അതിന് ശേഷം ഊറ്റി മാറ്റി വെക്കുക. പിന്നെ ഇതൊരു കുക്കറിൽ ഉണ്ടാക്കണോണ്ട് തന്നെ കുക്കറിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഏലക്കയും പട്ടയും ഗ്രാമ്പുവും വലിയ ജീരകവും ചെറിയ ജീരകവും പിന്നെ കുറച്ച് കുരുമുളകും ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 സവാളയുടെ കഷ്ണമാണ് ഇട്ട് കൊടുക്കണേ. നല്ലോണം മുറിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2-3 തക്കാളി ഇതുപോലെ മുറിച്ചിട്ട് വെച്ച് കൊടുക്കുക. 3-4 പച്ചമുളകും ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പിന് 1.5 കപ്പ് അളവിൽ 4.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു മാഗി ക്യൂബും ഇട്ട് കൊടുക്കണം. ഇനി നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ക്യൂബിൽ ഇത്തിരി ഉപ്പുള്ളത് കൊണ്ട് തന്നെ നോക്കിയിട്ട് ബാക്കി ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. നല്ലോണം ഇളക്കി കൊടുക്കുക. തിളച്ച് വരുന്ന സമയത്ത് ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു വെള്ളം തിളച്ച് തുടങ്ങുന്ന സമയത്ത് കുക്കറൊക്കെ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിൽ എയർ പോകുന്ന സമയത്ത് തുറന്നു നോക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു റൈസ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. ഇനി ഇത് ചിക്കനിലേക്ക് ആവശ്യമുള്ള മസാലയാണ് കേട്ടോ. അപ്പം അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വറ്റൽമുളകും ഏലക്കയും പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം, പിന്നെ 1 സ്പൂൺ കുരുമുളകും ഒരു കഷ്ണം ജാതിക്കയും അതിൻ്റെ ജാതിപത്രയും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ബേ ലീവ്സും. ഇത്രയേ ഉള്ളത്. നല്ലോണം വറുത്തെടുക്കുക. ഏകദേശം ഒന്ന് ആയി വരുന്ന സമയത്ത് ഒരു 1.5 സ്പൂൺ പച്ച മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. തണുത്ത ശേഷം പൊടിച്ചും കൂടി എടുക്കണം. ഇത്രയേ ഉള്ളത്. റെഡി ആയിട്ടുണ്ട്. ഞാനിതേപോലെ ചിക്കൻ നല്ലോണം ഒന്ന് ചതച്ചടിച്ച ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ഒരിത്തിരി സൺഫ്ലവർ ഓയിലും ഒരിത്തിരി വിനെഗറും ചേർത്തിട്ടുള്ളൊരു മസാലയാണ് തേച്ച് കൊടുക്കണേ. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ് ചുരുങ്ങിയതും ഇനിയിപ്പോൾ ഓവനായിട്ടൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്രയും നല്ലത്. ഇതുപോലെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിന് ശേഷം ഞാനത് എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊരിച്ചെടുക്കാം, ഗ്രില്ല് ചെയ്തും ഒക്കെ എടുക്കാം കേട്ടോ. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ചിക്കനും റൈസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂറിലൊക്കെ നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.